ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ഒരു റിക്കവറി, നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം ഒരു റിക്കവറിയാണ് കണ്ടത്. ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതിൽ കൂടിയും വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടാക്കി വലിയൊരു സെൽ ഓഫിൽ നിന്നൊക്കെ നമ്മുടെ മാർക്കറ്റ് ഒഴിവായി. ഇന്ന് Q2 റിസൾട്ട് കാലഘട്ടങ്ങളാണ്, ഓൺഗോയിങ് ആണത്. TCSും HCL ടെക് ഉൾപ്പെടെയുള്ള IT കമ്പനീസിൻ്റെ റിസൾട്ട് വന്നു. ഇനിയും ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരാനുണ്ട്. അത് നമ്മുടെ ട്രേഡബിൾ ടാബിലൊക്കെ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡബിൾ ടാബിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യാം. ഇന്ന് പ്രധാനമായിട്ടും ആദിത്യ ബിർള മണിയുടെ റിസൾട്ട്, സിഎൻഡിൻ്റെ റിസൾട്ട്, JTP ഹാത്വേയുടെ റിസൾട്ട്, ICC ലോംബാർഡ്, ICC പ്രൊഡൻഷ്യൽ, IRDA, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പെർസിസ്റ്റൻ്റ് സിസ്റ്റം, ടെക് മഹേന്ദ്ര, ടെക്കം, മെട്രോ IT കമ്പനി, തൈറോ കെയർ, അതുപോലെ ലീല പാലസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ മാത്രമാണ് സംഭവിച്ചത്. നമുക്കതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വരാം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഗ്ലോബൽ മാർക്കറ്റാണ്. ഏറ്റവും താഴെ കാണാൻ US വിക്സ് 10% ക്രാഷായി കൂൾ ഡൗൺ ആയി. നാസ്ഡാക്ക് 490 പോയിൻറ്റും ഡോ അതിന് മുകളിൽ 588 പോയിൻറ്റിൻ്റെയും പ്ലസ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പ്ലസ്. ഇനി ഏറ്റവും മുകളിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റി 25,305. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നമുക്കുണ്ടായിരുന്നത് 25,322, ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഡോ ഫ്യൂച്ചർ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്. ബിറ്റ് കോയിൻ കാണാം, ബ്രന്റ് ഓയിൽ കാണാം, ഗോൾഡ് ഇന്നും ഉയർന്നു $17, $4,128 ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിലെ അവസ്ഥയിലാണ്. ഇതാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ IT കമ്പനീസിൻ്റെ പ്രകടനം. ഇൻഫോസിസ്, വിപ്രോ, ICC ബാങ്ക്, HDFC, ഡോക്ടർ റെഡ്ഡി, റിലയൻസ്, GDR എല്ലാം തന്നെയാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത് കാണാൻ സാധിക്കും. ഇതാണ് US IT കമ്പനീസിൻ്റെ പ്രകടനം. മെച്ചപ്പെട്ട പ്രകടനമാണ്. ടെസ്ലയെല്ലാം ഏറ്റവും താഴെ കാണാം, 5.5% റാലിയാണ് രേഖപ്പെടുത്തിയത്. അതുപോലെ ഗൂഗിളും അസഞ്ചറും NVIDIയയും ആമസോണും എല്ലാ ടെക് IT കമ്പനീസും US നിന്ന് വളരെ പോസിറ്റീവായിരുന്നു. ഇതാണ് US ഫ്യൂച്ചറിൻ്റെ ചാർട്ട്. നമ്മുടെ ഒരു റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ ക്ലോസ് ആണ്. ഇന്നലത്തെ 3:30 ക്ലോസിന് ശേഷം നിഫ്റ്റി 25,233 വരെ പോയിരുന്നു. അതായത് ഏകദേശം ഒരു 70 പോയിൻറ്റോളം ഇടിഞ്ഞിരുന്നു നിഫ്റ്റി. എന്നാൽ അതിൽ നിന്ന് തിരിച്ചു കയറി 25,360 വരെ പോയിരുന്നു. അതായത് 100 പോയിൻ്റ് അല്ല, 60 പോയിൻ്റ് അപ്പായിരുന്നു. വീണ്ടും ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റി വളരെയധികം വോളറ്റൈലാണ്. 100 പോയിൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. അതുകൊണ്ടാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട്, നാളെ മാർക്കറ്റ് അപ്പായിരിക്കുമോ, നാളെ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുമോ? എപ്പോഴാണ് ചോദിക്കുന്നത്? തലേ ദിവസമാണ്. നിഫ്റ്റി ട്രേഡിങ് തീർന്നിട്ട് പോലുമില്ല അല്ലേ. അപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളാണ് നമുക്ക് വരുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷനൊന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. അതുപോലെ തന്നെ ചില വാർത്തകൾ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇടാറുണ്ട്. അതും ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, ന്യൂസുകൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെയും കുറച്ച് വാർത്തകൾ അവിടെ ലഭ്യമാകും. ജസ്റ്റ് ഡയൽ കമ്പനി, അത് നെറ്റ് പ്രോഫിറ്റ് അവർ 119 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. 22% ഡൗൺ ആണ്. കഴിഞ്ഞ വർഷം 154 കോടി രൂപ, ഈ തവണ 119 കോടി രൂപ പ്രോഫിറ്റിൽ കുറവ് സംഭവിച്ചു. KEC ഇൻ്റർനാഷണൽ കമ്പനി, അവർക്കൊരു പുതിയൊരു ഓർഡർ കിട്ടി. 1,174 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ലോധ ഡെവലപ്പേഴ്സ്, ബോംബെ ആസ്ഥാനമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അപ്പോൾ അവർ ചൈതന്യ ബിവ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനീനെ 500 കോടി രൂപ കൊടുത്ത് അക്യൂർ ചെയ്തു. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് കമ്പനി, ആദിത്യ ബിർള ഒരു അഡ്വാൻസ്ഡ് കിൻസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. കേഫിൻ ടെക്നോളജി കമ്പനി, $34 മില്യൺ 51% സ്റ്റേക്ക് അസെൻറ്റ് ഫണ്ടിൽ അവർ സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ആനന്ദ് നെറ്റ് പ്രോഫിറ്റ് 30% ഇയർ ഓൺ ഇയർ ഉയർന്നു. ലാൻഡ്മാർക്ക് കാർ പ്രോഫിറ്റ് 30% ഇയർ ഓൺ ഇയർ, ഇവരുടെ ഗ്രോത്ത് ഇവർ അച്ചീവ് ചെയ്തു. റവന്യൂ ഗ്രോത്താണ് ഉദ്ദേശിക്കുന്നത്.
ഡെൻ നെറ്റ്വർക്ക് നെറ്റ് പ്രോഫിറ്റ് 35 കോടി രൂപ, 52 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞു. ടൈഗർ ലോജിസ്റ്റിക് കമ്പനി H2 ഇൻവെസ്റ്റ് ആയിട്ട് ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ലോയിഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഫ്ലോക്കിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടിയിട്ട് ഡ്രോൺ നിർമ്മിക്കാൻ ധാരണയായി. RBL ബാങ്ക് ദുബായ് ആസ്ഥാനമായിട്ടുള്ള എമിറേറ്റ്സ് NBD RBN ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഐഷർ മോട്ടോഴ്സ് EV ബൈക്കുകൾ നിർമ്മിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് കാണാം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു ഓൾ.